ഹലോ, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമുക്കിന്നൊരു സൺറൈസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് പോകുന്ന വഴി കിട്ടിയതാണ്. അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. നല്ല ബ്യൂട്ടിഫുൾ സൺറൈസാണ്. രാവിലെ ഒരു 6:30-7 മണി ആ സമയം പോകുന്ന വഴി നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. സൺറൈസ് കിട്ടിയതുകൊണ്ട് അവരെ നേരെ ഹോട്ടലിൽ പോയി പിക്ക് ചെയ്യാൻ പോയി. അവിടുന്ന് പിക്ക് ചെയ്തു. നേരെ ഞങ്ങൾ രാജമലയിലേക്കാണ് പോയത്. രാജമലയിൽ അവരെ കൊണ്ട് ഇറക്കിയതിന് ശേഷം ഞാനൊരു ചായ കുടിക്കാനായിട്ട് പുറത്തേക്ക് പോന്നു. ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ആ കടയുടെ പറ്റത്ത് തന്നെയാണ് ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുത്തത്. കാരണം ഞാൻ ഏർലി മോർണിംഗ് എഴുന്നേറ്റതും കൊണ്ട് കുറച്ച് ടയേർഡായിരുന്നു. അതിനുശേഷം കുറച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കടയിൽ ചെന്ന് ഞാൻ ഇഡലിയാണ് ചോദിച്ചത്, പക്ഷെ അവിടെ റെഡി ആയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, അത് കിട്ടാതിരുന്നതുകൊണ്ട് ഞാനൊരു ബ്രെഡ് ഓംപ്ലേറ്റ് പറഞ്ഞു. അത് കിട്ടി. അതും കൊണ്ട് ഇങ്ങനെ ഇരുന്നു. റോഡിൻ്റെ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ബ്രെഡ് ഓംപ്ലേറ്റൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ബ്രെഡ് ഓംപ്ലേറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. മൂന്നാർ വന്നു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബ്രെഡ് ഓംപ്ലേറ്റ്. നമ്മുടെ നാട്ടിൽ കഴിക്കുന്നത് പോലെ തന്നെ, പക്ഷേ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം അവിടെ ഉണ്ട്. എന്തൊരു നേച്ചറിൻ്റെ ആണോ എന്നും അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങി രാജമലയിൽ നിന്ന് ഗസ്റ്റ് തിരിച്ചു വന്നു. അവിടെ നിന്ന് പിന്നെ പോയത് ഗ്യാപ്പ് റോഡിലേക്കാണ്. ഗ്യാപ്പ് റോഡിൽ ചെന്നപ്പോഴത്തേക്കാണ് മൂന്നാറിൻ്റെ മൊത്തം ഒരു വ്യൂ കിട്ടിയത്. അതായത് മൂന്നാർ ടൗണിൻ്റെ ഒരു വ്യൂ ആണിത്. മൂന്നാർ ടൗണും അവൻ്റെ മുകളിലിരിക്കുന്ന സ്കൂളും കാര്യങ്ങളെല്ലാം നമുക്ക് ഓപ്പോസിറ്റ് ഗ്യാപ്പ് റോഡിൽ നിന്നാൽ കാണാൻ പറ്റും. അവിടെ നിന്ന് ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറച്ച് സമയം അവിടെ റെസ്റ്റ് എടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത്.